മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇറാൻ യുദ്ധത്തിൽ റഷ്യയും ചൈനയും പങ്കാളികളാണ് എന്നുള്ള അന്വേഷണത്തിലാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നുള്ളതാണ്. അതായത് പലപ്പോഴും റഷ്യയുടെ സാങ്കേതിക വിദ്യയുടെ സഹായം ഇറാനുണ്ട് എന്ന സംശയം അമേരിക്കയ്ക്കുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇതിനിടയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നത് റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇടപെട്ടാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും ഇറാൻ ആയുധം കൊടുക്കില്ല എന്ന് തന്നോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പുടിനെയും ഷീ ജിൻപിങ്ങിനെയും താൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപ് പറയുന്ന കാര്യങ്ങൾ വിലക്കെടുക്കാതെയാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. റഷ്യയോ ചൈനയോ നിലവിൽ നേരിട്ട് പങ്കാളികളല്ല എങ്കിൽ പോലും പലതരത്തിലുള്ള സഹായം, ഇടയ്ക്ക് ഒരു ചൈനീസ് വിമാനം ഇറാനിലെത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ആയുധങ്ങളാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നേരത്തെ തന്നെ ഈ ഒരു സംശയമുണ്ട്. കാരണം വളരെ കൃത്യമായി തന്നെ ഇറാൻ മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളിൽ പതിക്കുന്നു, വലിയ നാശനഷ്ടമുണ്ടാകുന്നു. നമുക്കറിയാം, സാങ്കേതികമായി ഏറെ പരാജയപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. സാങ്കേതികവിദ്യ അവർക്ക് ലഭിക്കാൻ വേറെ മാർഗങ്ങളില്ല. ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട് വലുതുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് വളരെ ടാർഗറ്റായി ഇവർ തങ്ങളുടെ ഓപ്പറേഷൻസ് നടത്തുന്നത്. അവിടെയാണ് അമേരിക്കയുടെ സംശയം. ഈ റഷ്യയും ചൈനയും ആദ്യഘട്ടത്തിൽ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അതുപോലെ അമേരിക്കയുടെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ട്രംപ് ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ടും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലൊക്കെ ഇറാൻ വിഷയവും പ്രധാന ചർച്ചാ വിഷയമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ട്രംപ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ഈ ഇറാനെ സൈനികമായി റഷ്യയും ചൈനയും സഹായിക്കരുത് എന്ന് തന്നെയാണ്. ട്രംപ് കുറച്ചു മുൻപേ തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ അദ്ദേഹം ചൈനയുടെ കാര്യം സ്പെസിഫിക്കായി എടുത്ത് പറയുന്നുണ്ട്. തൻ്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിച്ചപ്പോൾ ഇറാന് ആയുധങ്ങൾ നൽകില്ല എന്ന് അദ്ദേഹം തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പ് ചൈനീസ് കമ്പനികൾക്കും ബാധകം തന്നെയാണ്. അതുകൊണ്ട് ചൈന ഇത്തരത്തിൽ ആയുധങ്ങൾ വിൽക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് ട്രംപ് ചൈനയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. റഷ്യയ്ക്കും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെ ട്രംപ് ഇതിനു മുൻപേ പലപ്പോഴും മാധ്യമങ്ങൾ വഴി നടത്തിയിട്ടുണ്ട്. റഷ്യ ഒരിക്കലും ഇറാന് ആയുധങ്ങൾ നൽകില്ല എന്നുള്ള രീതിയിലുള്ളത്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള CIA സംശയങ്ങൾ തോന്നാനുള്ള ഒരു പ്രധാന കാരണം ഇറാൻ മിസൈലുകൾ പാലിക്കുന്ന ഒരു കൃത്യത തന്നെയാണ്. അതായത് US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈലുകൾ അവിടേക്ക് ലക്ഷ്യം വെച്ച് അതേ സ്ഥാനത്ത് തന്നെ പതിക്കുന്ന ആ കൃത്യത ഇത്ര കൃത്യമായിട്ട് മിസൈലുകൾ ഇറാനിൽ നിന്ന് വിക്ഷേപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യൻ ടെക്നോളജി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു സംശയമുണ്ട്. അപ്പോൾ ആ സംശയം കാരണം തന്നെയാണ് ഇപ്പോഴുള്ള ഈ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് വിവരം. അജയ് സുധാ ബിജുവാണ് വിശദമായി തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.